ഹലോ, ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സംസാരത്തിന് വ്യത്യാസം ഉണ്ടാവും, കാരണം പല്ലിൽ ക്ലിപ്പിട്ടിട്ടുണ്ട്, പിന്നെ ടങ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഡാഡൂസിൻ്റെ പല്ലടയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. KMCT പോയി. അപ്പം ഇതാ മിക്കിമോൾ അവിടെ ഇരുന്ന് കളിക്കുക കേട്ടോ. അവന് പല്ലൊക്കെ അടച്ചു. അത് കഴിഞ്ഞ് മിക്കിമോളുടെ കമ്മൽ മാറ്റാനുണ്ടായിരുന്നു. ഭീമയിൽ തന്നെയാണ് കേട്ടോ പോയത്. ആ കമ്മൽ കൊടുക്കാമല്ലോ ആദ്യം എടുത്തത്. അങ്ങനെ ഞങ്ങൾ വെള്ളം ചോദിച്ചാൽ കേട്ടോ. വെള്ളം ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ വെള്ളം പറഞ്ഞു. മിക്കിമോൾ ഇവിടുന്ന് കളിക്കുവാണ് കേട്ടോ. അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. മറ്റേ ഗോൾഡ് ഉരുക്കാനൊക്കെ പോയപ്പോൾ ഞാൻ പട്ടുപാവാടയൊക്കെ ഇടിപ്പിച്ച കേട്ടോ കൊണ്ടുവന്നത്. അത് ഇടാതെ വെച്ച് കഴിഞ്ഞ ഓണത്തിൻ്റെ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇട്ട് കാണാനൊരു കൊതി. അങ്ങനെ അവിടുന്ന് അവരത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കമ്മൽ അവിടുന്ന് തന്നെ ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഇട്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അങ്ങനെ കോഴിക്കോട് ഭീമയാണ് കേട്ടോ ഇത്. ഡാഡൂസ് ഉറക്കമൊക്കെ വരുന്നുണ്ട് ഡാഡൂസിന്. അങ്ങനെ എന്താ കമ്മലിടുവാണ് കേട്ടോ. അവളെല്ലാവരോടും എവിടെ ചെന്നാലും എല്ലാവരോടും കമ്പനിയാവും. പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് അവൾ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചാണ് ഞങ്ങൾ പോയത്. രാത്രിയായി വീട്ടിലെത്തുമ്പോൾ രാത്രിയായി. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ ചെന്ന് അവളെ കൂട്ടാൻ പോയത് അനിയത്തിയുടെ ചേച്ചിയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. അങ്ങനെ അവരുടെ മോനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഇതാ കുഞ്ഞുമോനെ. അപ്പം ഞങ്ങൾ അവരെ കൂട്ടി വീട്ടിലേക്ക് പോവാണ്. കാട് വഴിയാണ് പോകുന്നത്. ഇത് പെരുവണ്ണാമൂഴി കാടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മാനിനെ കണ്ടിട്ട് ചേട്ടായി കാണിച്ചു തരുവാണ് കേട്ടോ, അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. കാട് കഴിയാനായിരുന്നു, നടുക്ക് വെച്ചിട്ടൊന്നുമല്ല, കാട് കഴിയാനാവുമ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കണ്ടത്. അപ്പം പിന്നെ മാന കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് കാണിച്ചു തരുവാണ് കേട്ടോ. അങ്ങനെ ഇതാ, പക്ഷേ വീഡിയോ കിട്ടിയില്ല കേട്ടോ, എനിക്ക് കാണാൻ പറ്റിയില്ല, വീഡിയോ കിട്ടിയില്ലേ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നിടത്തുനിന്ന് മിക്കിമോള് നല്ല കളിയാണ് കേട്ടോ, അതാ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഞങ്ങളതാ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി അവരുടെ ഞങ്ങൾ നോക്കിയിരുന്ന് മടുത്ത്. എന്നും ഇങ്ങനെ രാത്രിയിലാണ് കേട്ടോ കയറി ചെല്ലുന്നത്. ഡാഡൂസ് അപ്പോഴേ ഇറങ്ങിപ്പോയി. ആ ഫ്രണ്ടിൽ കാണുന്ന വീട്ടിൽ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞിട്ട് അവൻ കയറി വന്നത്. പിന്നെ രാവിലത്തേക്ക് കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മമ്മി അത് എടുത്തുകൊണ്ട് പോയി. ഇനി എൻ്റെ ഒരു വരവുണ്ട്. എന്തൊരു കോല, അത്രയും നേരം വണ്ടി ഇരുന്നിട്ട് വല്ലാണ്ട് ഇതായിട്ടോ. മിക്കീനെയും പിടിച്ചിരിക്കുന്നതല്ലേ. ഇതാണ് കേട്ടോ ആ കൊച്ച്. അങ്ങനെ രണ്ടുപേരെയും പപ്പ പിടിച്ചേക്കുവാണേ. മിക്കിമോക്ക് ചെറിയൊരു അസൂയൊക്കെ ഉണ്ട് കേട്ടോ. അവനെ എല്ലാവരും നോക്കുന്നതും കാണിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ കുഞ്ഞു പിള്ളേർ. അപ്പം മുട്ടായി പിടിച്ച് അവൻ കളിക്കുവാണ് കേട്ടോ, ഞങ്ങൾ കൊണ്ട് കൊടുത്തേ. ഇനി എൻ്റെ കോലം കാണേണ്ടതാണ്. അത് അനിയത്തി എടുത്തതാ കേട്ടോ. പിന്നെ ഞാനത് കട്ട് ചെയ്യാൻ നിന്നില്ല. ഇതിൻ്റെ അകത്ത് കാണാമല്ലോ എപ്പോഴും ഞാൻ വീട്ടിൽ പോകുന്ന കോലാണ് കേട്ടോ. കണ്ടോ, മുടിയൊക്കെ കൂടെ ആകെ നാശമായി. പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. മിക്കി കണ്ടോ, മിക്കിയുടെ മുഖത്തൊരു തെളിച്ചമില്ല. പിന്നെ മുട്ടായിലേക്കാണ് നോട്ടം. മമ്മിക്ക് പഴയ കോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അത് കൊണ്ട് കൊടുത്താണേ. പിന്നെ ഇതാ അവിടെ നിന്ന് കളിപ്പാട്ടമൊക്കെ എടുത്ത് കളി. അപ്പം രണ്ടാൾക്കും ഒരേ സാധനം തന്നെ വേണം. അങ്ങനെ വഴക്കായിരുന്നു. പിന്നെ അങ്ങനെ ഒന്ന് ഓക്കെ ആയതാണേ. പിന്നെ കുറേ നേരം അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കേട്ടോ. അവരുടെ കളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സെയിം ഏജുകാരിരുന്ന് കളിക്കുന്നത് നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പം അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പ ഞങ്ങൾക്ക് വേണ്ടി മന്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ അതിൽ മന്തിയിലിടാനുള്ള കുറച്ച് സാധനങ്ങൾ, ഡ്രൈ ലെമണും അങ്ങനെ കുറച്ച് ബേ ലീഫൊക്കെ ഞങ്ങളാണ് കൊണ്ടുവന്നത്. മറന്നുപോയായിരുന്നു പപ്പ വാങ്ങാൻ. അങ്ങനെ റൈസ് അപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. നല്ല മന്തിയായിരുന്നു കേട്ടോ. പപ്പ സാധാരണ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വരുമ്പം. പക്ഷെ ഇന്ന് മന്തി ഉണ്ടാക്കി വെച്ചു.
പിന്നെ ഇതാ മമ്മി ഇവർക്ക് കഞ്ഞി കൊടുക്കുവാണേ. മമ്മി കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മിക്കി അങ്ങനെ ഞാൻ കുടിക്കുന്നില്ലേ. ഏകദേശം ഒരു 2.5 മാസമായിട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട്. അങ്ങനെ അപ്പം ഞാൻ ഈ മാസവും വരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പഴയ പോലെ ഒന്നും പറ്റില്ലല്ലോ, നമ്മൾ വേറൊരു സ്ഥലത്താണ്, സ്കൂളുണ്ട്, ചേട്ടായിക്ക് ജോലിക്ക് പോകണം, ഇല്ല നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. അങ്ങനെ പക്ഷേ എനിക്ക് ഇവിടുന്ന് മിക്സി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന ലാഡൂസും വാങ്ങുന്നുണ്ട് കേട്ടോ കഞ്ഞി. അവന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്നാണ് കഴിച്ച, പക്ഷേ നന്നായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടായി വന്ന് അവിടെ റെസ്റ്റ് എടുക്കാൻ കയറി കേട്ടോ. ചേട്ടായിക്ക് വന്ന് പോകുന്നോടം വരെ ഇവിടെ റെസ്റ്റാണ്. പിന്നെ ഇതാ കുഞ്ഞാപ്പി കളിക്കുന്ന കണ്ടോ. പിന്നെ ഇവരുടെ ഒരു കളി ഉറങ്ങാൻ കിടത്തിയിടത്ത് നിന്ന് എണീറ്റ് വന്നതാണ് കേട്ടോ കുഞ്ഞാപ്പി. അങ്ങനെ കുഞ്ഞാപ്പി മിക്കി മോളുടെയും കളി ഉണ്ട് കേട്ടോ, കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ. അവർ ഉറങ്ങുന്നില്ല, 11 മണി 12 മണിയൊക്കെ ആയി, എന്നിട്ടും ഉറങ്ങുന്നില്ല കേട്ടോ. കുഞ്ഞാപ്പി സാധാരണ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നതാണ് ഒരു 12 മണിക്കൊക്കെ. മിക്കി ഉറങ്ങുന്നതാണ് ഒരു 12 മണി കഴിഞ്ഞാൽ അവളും ഉറങ്ങുന്ന. പക്ഷെ ഇന്ന് അവർക്ക് കളിക്കാൻ കൂട്ട് കിട്ടിയതോ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. സാഹസികതയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. മിക്കിമോള് മനഃപൂർവ്വം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം അതാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. അയ്യോ എൻ്റെ പല്ല് കണ്ടോ, ഇത് കണ്ടോ, അതെൻ്റെ പപ്പൻ്റെ ടീഷർട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ പോയി നോക്കുമ്പം ഒക്കെ ഒരു പൂപ്പൽ ചെറിയ എടുക്കാതെ വെച്ചതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പം ഞാൻ പിന്നെ പപ്പേൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടു. ഒരു ദിവസത്തേക്ക് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതാ മമ്മിക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കളിയാണ് സഹിക്കാൻ പറ്റാത്ത, തുള്ളി പേടിയാവും. പിന്നെ കളിക്കട്ടെ വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ചോണ്ട് കളിക്കുകയാണ് കേട്ടോ. കുഞ്ഞാപ്പിക്ക് ഒരു കുഞ്ഞനിയനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അവരെ അതേപോലെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിറ്റേ ദിവസത്തെ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആകെ കുറച്ച് നേരം, അല്ല പിറ്റേ ദിവസം വൈകുന്നേരമാണ് തിരിച്ചു പോകുന്നത്. പിന്നെ കുറേ നാൾ കൂടി വന്നല്ലേ, അയൽവക്കത്തൊക്കെ പോയിരുന്ന് സംസാരിച്ച് ഒക്കെയാണ്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നല്ല കൃത്യമായിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. മിക്കി മോളുടെ കളി കണ്ടോ. അല്ലെങ്കിലും കളിയൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ രണ്ടുപേര് കൂടിയിട്ടുള്ള കളികളെ. അങ്ങനെ ഞങ്ങൾ 1 മണിയായപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ. 1 മണിയായപ്പോൾ പിടിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് എണീറ്റ് നടക്കുമായിരുന്നു. പിന്നെയും പിടിച്ചിട്ട് കിടത്തി 2 ആളെ ഉറക്കി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഉറക്കം നടക്കില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം.